സവാള ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേനും പയർ അതൊക്കെ അരിയുമ്പോഴത്തേനും നമുക്ക് തെന്നിപ്പോവാറുണ്ടല്ലേ, ടൈലിൻ്റെ പുറത്തുനിന്ന് തെന്നിപ്പോവാറുണ്ട്. അപ്പോൾ ഇതേപോലെ 2 റബ്ബർ ബാൻഡ് നമ്മൾ കട്ടിംഗ് ബോർഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതെ തന്നെ നമുക്ക് എന്ത് വേണേലും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതുതന്നെ സവാളയൊക്കെ ഉണ്ടോ, നമുക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചില കട്ടിംഗ് ബോർഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമുക്ക് തേയിലയൊക്കെ ഇതേപോലെ തേയിലയാണേലും പഞ്ചസാര ആണെങ്കിലും നമുക്ക് ഒരേ അളവിലെടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ കുപ്പിക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒറ്റ റബ്ബർ ബാൻഡ് മാത്രം മതി. ഇതേപോലെ ഒന്ന് അത് വട്ടത്തിലൊന്ന് ഇട്ട് കൊടുത്താൽ ഉണ്ടോ, മുകളിയുടെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവർക്കും ഇതേപോലെ എത്ര അളവെടുക്കണം എന്നറിയാൻ പറ്റില്ല കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ അളവിൽ, ഒരു ടേബിൾ സ്പൂൺ അളവിലോ നമ്മൾ ഏത് സ്പൂൺ ഇട്ടാലും നമുക്ക് ഒരേ അളവിൽ നമുക്ക് തേയിലയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും അതേപോലെ മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ കുട്ടികളാണെങ്കിൽ അതെത്ര ഉപയോഗിക്കണമെന്നൊന്നും അറിയില്ല, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അതൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയും. അപ്പോൾ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾ എത്ര നിൽക്കിയാൽ പോലും ആവശ്യത്തിന് മാത്രമേ അത് വീഴത്തുള്ളൂ, ഒരുപാട് അതങ്ങ് വേസ്റ്റായി പോവില്ല കേട്ടോ. നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് മാത്രമേ വരുള്ളൂ. അതല്ലെങ്കിൽ അത് മൊത്തത്തിൽ കുട്ടികളത് നെക്കിക്കളയാനൊക്കെ ചാൻസ് ഉണ്ട്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സ്പൂൺ ഒരേ അളവിലെടുക്കുക. എന്നിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കോരിയൊക്കെ ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കുക്കമ്പർ സലാഡൊക്കെ അരിഞ്ഞ് വെച്ച് അതിനകത്തുനിന്ന് നമ്മൾ ഫോർക്ക് പകരം ഇതേപോലെയൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ എണ്ണയിൽ നിന്ന് മീൻ മറിച്ചിടാനും ഒക്കെ പറ്റും. ഇതേപോലെ 2 സ്പൂൺ ഒരേ അളവിലെടുക്കുക, എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപയോഗമാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വിമ്മിൻ്റെയൊക്കെ കവറുണ്ടല്ലോ, അത് നമ്മൾ വിം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചൂടുവെള്ളം നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ചൂട് ഒരുപാട് നേരം നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഇതേപോലെ ആക്കി നെറ്റിയിൽ പിടിക്കാനായിട്ട് പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ബൗളിനകത്ത് കറിയൊക്കെ ഒഴിക്കുമ്പോൾ ഇതേപോലെ കൊച്ചു സ്പൂണൊക്കെ ഇടുമ്പോഴത്തേന് അത് മുങ്ങിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും മുങ്ങിപ്പോവില്ല, ആവശ്യത്തിന് മാത്രമേ അതിനകത്ത് മുങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം നമുക്ക് പിടിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ അത് കറിയിലോട്ട് ഇറങ്ങിപ്പോയി, അത് കറിയാണെങ്കിൽ കറിയിലോട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ വെള്ളമാണ് കാണിക്കുന്നത്.